ഹലോ സെൻട്രൽ ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ അമ്പലപ്പുഴയിലുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അമ്പലപ്പുഴ പാൽപ്പായസമാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. അതിനായിട്ട് രാവിലെ തന്നെ നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ കോവിലിൻ്റെ അവിടെ നമ്മൾ എത്തി. നമ്മളിൻ്റെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ഗുരുവായൂരിലുള്ള പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. ഇതേപോലെ ഒരു ഷീറ്റൊക്കെ ഇട്ട് രണ്ട് സൈഡ് ഷോപ്സും കാര്യങ്ങളായിട്ടൊക്കെയാണ്. നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സോനിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് അമ്പലത്തിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂവും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മുണ്ടും നേരിയതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അവിടുത്തെ ഷോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് റെൻറ്റിനും എടുക്കാം. അതേ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പിലോട്ട് പോകുമ്പോൾ അവിടുന്ന് ലെഫ്റ്റ് സൈഡ് ചെറിയൊരു റൂമുണ്ട്. അവിടെ നമുക്ക് ഈ ചെരുപ്പോ ബാഗൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. 10 രൂപയാണ്. 1 മണിയാകുമ്പോഴത്തേക്കും അവർ ക്ലോസ് ചെയ്യും. പിന്നെ അതുകൊണ്ട് നമ്മൾ 1 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് ബാഗും ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അത് വെച്ച് നമ്മൾ കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഒരു വലിയൊരു ക്ഷേത്രം തന്നെ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ നിന്ന് നമുക്ക് വഴിപാടോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അമ്പലപ്പുഴ പാൽപ്പായസം കളക്ട് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ 11 മണിക്ക് അവർ ടോക്കൺ കൊടുത്തു തുടങ്ങും. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ ആ ടോക്കണിലുള്ള ക്യൂവിൽ നിൽക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ 70 പേർക്കാണ് 11 മണിക്കുള്ള ടോക്കൺ കൊടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് 1 ലിറ്റർ പാൽപ്പായസമായിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് 1:30ക്കുള്ള ഒരു ടൈമിങ്ങിലാണ്. 1:30ക്കും ഇതേപോലെ 1/2 ലിറ്ററുള്ള പാൽപ്പായസത്തിൻ്റെതാണ് ഈ 1:30ക്ക് ശേഷമുള്ള ടോക്കണിൽ കിട്ടുന്നത്. ഒരാൾക്ക് 1 ടോക്കണാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ 4 പേര് 3 പേരായിട്ട് പോകണമെങ്കിൽ ആ 3 ടോക്കണായിട്ടായിരിക്കും കിട്ടുന്നത്. ആൾക്ക് 1 ടോക്കൺ അവർ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ അഥവാ നമുക്ക് റിപ്പീറ്റ് വേണമെങ്കിൽ വീണ്ടും ക്യൂ നിൽക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ കോവിലിൻ്റെ അവിടുത്തെ ക്ഷേത്രക്കുളം. ഇവിടെ നിന്ന് ഇറങ്ങി കുളിക്കലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കായും കാലൊക്കെ കഴുകി നമുക്ക് അകത്തേക്ക് കയറാം. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് ഇവിടെ തുലാഭാരം നടത്താനും പിന്നെ കുട്ടികൾക്കൊക്കെ ഈ ചോറോട് ചെയ്യാനൊക്കെ ഇവിടെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കും ഇവിടെ തൊട്ട് സൈഡിൽ തന്നെ അപ്പോൾ ഒരു ചെറിയൊരു കൊച്ചു കുട്ടിയുടെ ഒരു ചോറൂണിൻ്റെ ഒരു കാഴ്ചയായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ 11 മണിക്കുള്ള ക്യൂ ആണിത്. ഇതാണ് 11 മണിക്ക് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം വാങ്ങിക്കാൻ വേണ്ടിയുള്ള ക്യൂ. ഈ ക്യൂ നിന്നിട്ടാണ് നമ്മൾ പാൽപ്പായസം വാങ്ങിച്ചത്. നല്ലൊരു തിരക്കായിരുന്നു. ഈ ക്യൂ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ സൈഡിൽ നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ കോവിലിൻ്റെ അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ആ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് പാൽപ്പായസം വാങ്ങിച്ചതിനുള്ള റെസിപ്റ്റ്. 1 ലിറ്ററിന് 160 രൂപയാണ്. 1/2 ലിറ്ററിന് 80 രൂപയാണ് ഇവിടുത്തെ പാൽപ്പായസത്തിൻ്റെ റേറ്റ്. ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ കോവിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ നാട്ടുരാജാവായ പൂരാടം തിരുനാൾ ദേവനാരായണ കൊല്ലവർഷം 720 അമ്പലപ്പുഴ ഈ ശ്രീകൃഷ്ണ കോവിൽ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ അമ്പലപ്പുഴ വരികയാണെങ്കിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ കോവിലും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കൂ. നല്ല കിടില സ്പോട്ടാണ്. എല്ലാവർക്കും നല്ല പോസിറ്റീവ് വൈബ് കിട്ടും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.